റോയും IBയും അടക്കമുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്ന അന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിരുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകനായിരുന്നില്ലേ അരുൺ രവീന്ദ്രൻ? ന്യൂനപക്ഷ കമ്മീഷൻ്റെ അതേ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികൾ. ആ കെട്ടിടത്തിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ആയിരുന്നു അരുൺ രവീന്ദ്രന്. DRDOയുടെ ഐഡൻറ്റി കാർഡ്, അതായത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധ വകുപ്പിൻ്റെ ഐഡൻറ്റി കാർഡ് വ്യാജമായിട്ടുണ്ടാക്കിയ ഐഡൻറ്റി കാർഡല്ല, മറിച്ച് പ്രതിരോധ വകുപ്പിനുള്ളിൽ നിന്ന് അരുൺ രവീന്ദ്രന് ഈ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കി കൊടുത്തു. ആ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ആ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു? ഇത് സംബന്ധിച്ച് അരുൺ രവീന്ദ്രൻ്റെ ഭാര്യ അരുൺ രവീന്ദ്രനുമായി ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരാതി കൊടുത്തു. ആ പരാതി കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ അരുൺ രവീന്ദ്രൻ്റെ വീട്ടിൽ നിന്നും DRDOയുടെ ഐഡൻറ്റി കാർഡ് കണ്ടെത്തുകയാണ്. അരുൺ രവീന്ദ്രൻ്റെ ഭാര്യ DRDOയുടെ ചീഫിന് പരാതി കൊടുത്തു. താങ്കളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഭർത്താവ് എന്നെ ഇതുപോലെ ഉപദ്രവിക്കുന്നു എന്ന് പരാതി കൊടുത്തപ്പോൾ DRDOയുടെ ചീഫ് കൊടുത്ത മറുപടി എൻ്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഇയാൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അങ്ങനെ കേരള പോലീസ് കേസ് അന്വേഷിച്ചു, അരുൺ രവീന്ദ്രനെ അറസ്റ്റ് ചെയ്തു. അരുൺ രവീന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഈ ഐഡൻറ്റി കാർഡ് കണ്ടെടുത്തു. ബാലഗോകുലത്തിൻ്റെ RSSൻ്റെ സംഘടനയായ ബാലഗോകുലത്തിൻ്റെ ഡൽഹിയിലെ മയൂർ വിഹാറിലെ ചുമതലയുണ്ടായിരുന്നു അരുൺ രവീന്ദ്രന്. മലപ്പുറം ജില്ലയിലെ BJP നേതാവിൻ്റെ ബന്ധുവാണ് അരുൺ രവീന്ദ്രൻ. ആ അരുൺ രവീന്ദ്രനെ ആരായിരുന്നു ഡൽഹിയിൽ കൊണ്ടുപോയത്? V മുരളീധരൻ്റെ ഭാര്യയുടെ NGOയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു. എന്നിട്ട് ആ കേസ് കേരള പോലീസ് എന്ത് ചെയ്തു? V മുരളീധരന് വേണ്ടി കൊടകര അട്ടിമറിച്ചതുപോലെ, മഞ്ചേശ്വരം അട്ടിമറിച്ചതുപോലെ, വയനാട് അട്ടിമറിച്ചതുപോലെ ഈ DRDOയുടെ രാജ്യദ്രോഹപരമായ ഈ കേസ് പിണറായി വിജയൻ്റെ പോലീസ് V മുരളീധരന് വേണ്ടി അട്ടിമറിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ DRDO എലിമെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ചാരപ്രവർത്തനത്തെക്കാൾ ഗുരുതരമായിട്ടുള്ള ഈ ആക്ഷേപം തെളിവ് സഹിതം കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടും ഈ കേസ് അട്ടിമറിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത് സാധാരണ ഒരു ചീറ്റിംഗ് കേസാക്കി മാറ്റി. അരുൺ രവീന്ദ്രൻ ജയിലിൽ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇപ്പോൾ അരുൺ രവീന്ദ്രൻ എവിടെയാണ്? അതിന് മറുപടി പറയേണ്ട ബാധ്യത മുരളീധരനുണ്ട്. ഇപ്പോൾ അരുൺ രവീന്ദ്രൻ എവിടെയാണ്? സാധാരണ രാജ്യദ്രോഹ കേസുകളിൽ നമുക്കറിയാം, നേരത്തെ ഒരു ബോംബ് സ്ഫോടന കേസിൽ ബന്ധമുണ്ടായിരുന്ന മലയാളിയായിട്ടുള്ള RSS പ്രചാരകനെ കാണാതാക്കിയതുപോലെ അരുൺ രവീന്ദ്രനെയും നിങ്ങൾ കാണാതാക്കിയോ? അരുൺ രവീന്ദ്രൻ ജീവനോടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് V മുരളീധരനാണ്. V മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളും പല വിധത്തിലുള്ള ഇടപാടുകളും സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഞാൻ V മുരളീധരനെ വെല്ലുവിളിക്കുകയാണ്. താങ്കളുടെ ഭാര്യയുടെ NGO സംബന്ധിച്ച ഇടപാടുകൾ അത് സുതാര്യമായ ഒരു അന്വേഷണ വിധേയമാക്കാൻ തയ്യാറുണ്ടോ? അരുൺ രവീന്ദ്രനെ ഡൽഹിയിൽ സഹായിച്ചതാരാണ്? ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്കറിയാം. RSSൻ്റെ ഓഫീസിലും BJPയുടെ ഓഫീസിലും മുരളീധരൻ്റെ ഓഫീസിലും ജോർജ് കുര്യൻ്റെ ഓഫീസിലും സ്ഥിരം സന്ദർശകനായിരുന്നില്ല ഇയാളെ ആരാണ് കൊണ്ടുപോയത്? ഇതിനൊക്കെ മറുപടി പറയാനുള്ള ബാധ്യത മുരളീധരനുണ്ട്. മുരളീധരൻ ഇന്നലെ വാസ്തവത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ BJPയുടെ നിലവിലെ സംസ്ഥാന നേതാക്കൾ തന്നെ മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവിടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. കാര്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്.